തങ്ങൾക്ക് സംഭവിച്ചതിനേക്കാൾ വലിയ പീഡനങ്ങൾ ബിജെപിക്കകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ് കോൺഗ്രസ് ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസ്താവന. ഞാൻ പറഞ്ഞു വരുന്നത് കൃഷ്ണകുമാർ, ബിജെപി നേതാവ് കൃഷ്ണകുമാറിന് നേരെ വി.ഡി. സതീശന്റെ പേരിൽ വന്നിരിക്കുന്ന ഒരു ബോംബ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അലിഗേഷനെ കുറിച്ചാണ്. കൃഷ്ണകുമാർ പീഡനം നടത്തി എന്നൊക്കെയുള്ള തരത്തിലാണ് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നത്. യഥാർത്ഥത്തിൽ കൃഷ്ണകുമാറിന്റെ പീഡന കഥ വി.ഡി. സതീശൻ പൊട്ടിച്ച ബോംബായിരുന്നു. ആ ബോംബ് പക്ഷെ പൊട്ടിയോ എന്നതാണ് പ്രശാന്ത് സാർ സംശയം. ആ ബോംബ് പൊട്ടിയില്ല. പീഡനം നടന്നോ എന്നുള്ളതിനെ പറ്റി അന്വേഷിച്ചപ്പോ പീഡനം നടന്നിട്ടുമില്ല. കോടതി അന്വേഷിച്ചു, പോലീസ് അന്വേഷിച്ചു, പീഡനം നടന്നിട്ടില്ല. അപ്പൊ അതിനകത്ത് ഈ പറയുന്നത് പോലെ അവരാണല്ലോ അന്വേഷിക്കുന്നത്. സ്ത്രീ ഇപ്പോഴും പറയുന്നത് പീഡനം നടന്നില്ലേ, അതുകൊണ്ടാണല്ലോ വീണ്ടും പരാതി വന്നിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇമെയിൽ പരാതി ഉണ്ട്. അപ്പൊ പരാതിക്കകത്ത് ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പരാതിക്കകത്ത് ഈ ഏതിനകത്ത് ഒരു കള്ളത്തരം ഉണ്ടെന്ന് പറയുന്നത് പരാതിക്കകത്ത് ഈ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നടക്കുന്ന ആരോപണങ്ങളിൽ മുഖ്യമായിട്ടും മുൻധാരയിൽ നിൽക്കുന്ന ബി.ജെ.പി. നേതാവ്. അപ്പൊ ഇതിനകത്ത് ഇവരുടെ പരാതിക്കകത്ത് അവർക്ക് അതിനകത്ത് ഒരു രാഷ്ട്രീയം സംസാരിക്കേണ്ടതോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ന്യായീകരിക്കേണ്ടതോ ആയിട്ടില്ല. അപ്പൊ ആ പരാതിക്കകത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബി.ജെ.പിക്ക് അകത്ത് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പരാതിയായിട്ട് വരും. ഇതിപ്പം 2014 നടന്ന പ്രശ്നമാണ്. 2010 ഈ മിനി എന്ന് പറയുന്ന ഇയാളുടെ ഭാര്യയുടെ അനിയത്തി ഒരു അന്യമതസ്ഥന്റെ കൂടെ പോവുകയും അപ്പൊ ആ അന്യമതസ്ഥന്റെ കൂടെ പോയത് അവരുടെ വീട്ടിനകത്ത് ഇഷ്ടപ്പെടാതെ വരികയും അപ്പൊ ആ വീട്ടിനകത്ത് ഇവരുടെ അച്ഛൻ ഡയാലിസിസിന്റെ ചികിത്സയുള്ള സമയത്ത് വീട് വന്ന് കുത്തി തുറന്ന് ഡോക്യുമെന്റ് എടുത്ത് നോക്കിയപ്പോൾ ഒരു വില്ല് കാണുകയും ആ വില്ല് ഈ പറയുന്ന സ്വത്തുക്കൾ മൊത്തം ഈ കൃഷ്ണകുമാറിന്റെ ഭാര്യയ്ക്ക് എടുത്തു വെച്ചതായിട്ട് ഉള്ളത് വന്നു. പിന്നെ അവരവിടെ വീട്ടിൽ വന്ന് അവരുടെ അച്ഛൻ തിരിച്ചു വന്നപ്പോൾ അവിടെ നിന്ന് വഴക്കുണ്ടാക്കും. സ്വാഭാവികമായിട്ടും വഴക്കുണ്ടാക്കുമ്പോൾ കുടുംബക്കാർ ഇടപെടും. അതിനകത്ത് ഇടപെടുമ്പോൾ ആ ഇടപെടലിന് ബലമുണ്ടാകുന്ന ഒരു നേതാവാണല്ലോ കൃഷ്ണകുമാർ. അവിടുത്തെ വളരെ പുറകോട്ടുള്ള ബി.ജെ.പിയുടെ നേതാവും ഒക്കെയാണല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അയാളെ ഡാമേജ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്ത കേസാണ്. ആ ഡാമേജ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്ത കേസ് പോലീസ് അന്വേഷിച്ചു, കോടതി അന്വേഷിച്ചു. അല്ലെങ്കിൽ പലവട്ടം ഈ ആരോപണം വീണ്ടും കൊണ്ടുവന്നു. 2015, 2020 കൊണ്ടുവന്നു. ഇയാളെ രാഷ്ട്രീയമായിട്ട് മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. അന്നൊക്കെ പരാജയപ്പെട്ടു. 2024 ഈ കേസ് പൂർണ്ണമായിട്ടും കോടതിയും തള്ളി. അപ്പം അന്നൊക്കെ കേസ് കോടതിയിലെങ്കിലും ഉണ്ടായിരുന്നു. അപ്പം ഇപ്പൊ അതിന് തീരെ മെറിറ്റില്ലാത്ത സമയത്താണ് വീണ്ടും ഈ ആരോപണം. അതുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇന്നലെ ഈ വി.ഡി. സതീശൻ വന്നത്. അപ്പൊ വി.ഡി. സതീശൻ വന്നപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ സുരേന്ദ്രൻ ഇട്ട ഒരു പോസ്റ്റാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ പന്നിയോട് മൽപ്പിടിക്കാൻ പോയാൽ നമ്മൾ പരാജയപ്പെടും. ആരും അങ്ങനെ പന്നിയോട് മൽപ്പിടിക്കാൻ പോകാവുന്ന ഒരു അവസ്ഥയില്ല. നമ്മുടെ ദേഹത്ത് ചെളി പറ്റും. അറിയാവുന്നവരാരും പോകത്തില്ല. ഈ വി.ഡി. സതീശന് ഒരു പ്രതിപക്ഷ നേതാവും വളരെ ഗൗരവമുള്ള ഒരാളും കൃത്യമായിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാലും സുപ്രീം കോടതി നല്ലപോലെ പ്രാക്ടീസ് ഉള്ള ഒരാളും ഒക്കെ എന്തെങ്കിലും കാണുമ്പോ ഏതെങ്കിലും ഒക്കെ ആൾക്കാർ പറയുന്ന കേട്ടോണ്ട്, പ്രത്യേകിച്ച് ഈ വാര്യരൊക്കെ പറയുന്ന കേട്ടോണ്ട് ഇതിനകത്തൊക്കെ എടുത്തിയാടി നാണം കെടാൻ പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അയാൾ പറഞ്ഞാൽ അയാൾ അന്വേഷിച്ചാൽ അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യത്തിന് വലിയ ബലവും വ്യക്തതയുള്ള സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് കൃഷ്ണകുമാർ ശരിയോ ശരികേടോ എന്നുള്ളതല്ല, ബി.ജെ.പിക്ക് അകത്തും ഇത്തരത്തിൽ ആൾക്കാരുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. കാരണം പല നേതാക്കന്മാരും ഉണ്ട്. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ അപ്പോൾസരന്മാരാണ് ബി.ജെ.പി എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഞാൻ ബി.ജെ.പി നമുക്കിപ്പോ ആരെയും സപ്പോർട്ട് ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇത് എനിക്ക് എന്റെ ജില്ലക്കകത്ത് തന്നെ ഇപ്പൊ തന്നെ അദ്ദേഹം വലിയൊരു പോസ്റ്റിലിരിക്കുക. ഈ പറയുന്ന ബി.ജെ.പിയുടെ ഈ പത്തനംതിട്ട ജില്ലയിലെ ഈ ജനറൽ സെക്രട്ടറിമാർക്കാണല്ലോ പ്രസിഡന്റ് കഴിഞ്ഞാൽ 4 ജനറൽ സെക്രട്ടറിമാർക്ക് ഒരാളായിട്ടിരിക്കുന്നത്. ഇയാൾ ഒരു വീട്ടില് വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് അന്ന് അയാൾ വാടകയ്ക്ക് താമസിക്കുന്നത് തുമ്പോണാണ്. അയാൾ വടശ്ശേരിക്കരക്കാരനാണ്. വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീയുമായിട്ട് സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടാവുകയും ആ സ്ത്രീയുമായിട്ട് ഈ രീതിയിലുള്ള അല്ലെങ്കിൽ ശാരീരിക ബന്ധം ഉണ്ടാവും. അവരുടെ ഏതാണ്ട് 16-18 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി. ഇപ്പൊ ആ പെണ്ണുമ്പിള്ള ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ 2 മക്കളുണ്ടായിരുന്നു. അവരും ഉപേക്ഷിച്ച്, ഭർത്താവ് ഉപേക്ഷിച്ച് അവര് പാലായില് മുത്തൂർ പഞ്ചായത്തിൽ അവരിപ്പോ താമസിക്കുക. ഇത് പലവട്ടം അന്ന് കുമ്മനം ഇരുന്നപ്പോൾ പരാതി കൊടുത്ത. ഇപ്പൊ ആ പരാതി കൊടുത്തിട്ടൊന്നുമില്ല. അവരെ ഭീഷണിപ്പെടുത്തി എനിക്കെതിരെ പരാതി, അവരുടെ വോയിസ് ക്ലിപ്പും അവരുടെ പരാതിയുടെ കോപ്പിയൊക്കെ നമ്മുടെ വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ആളുടെ പേരിപ്പം ആ ലൈവ് വ്യക്തത വരുത്തി പറയുന്നതിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് നിൽക്കുന്നില്ല. അപ്പം അവര് പാർട്ടിക്കകത്ത് കൃത്യമായ പോസ്റ്റിൽ ഇരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു പൈസ അടിച്ചു മാറ്റുന്നു, ഒരു കുടുംബം നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ സ്ത്രീ പരാതി കൊടുത്തിട്ട് പരിഗണിക്കാൻ കുമ്മനം രാജശേഖരൻ ഇരുന്ന കാലത്ത് പോലും നടക്കാതെ വരുന്നു. അപ്പം ആ രീതിയിലേക്ക് യഥാർത്ഥ പ്രതികൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ വൈദഗ്ധ്യം കൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ കൊണ്ട് ഇതിനകത്ത് ഏത് പാർട്ടിക്കകത്ത് നിൽക്കുകയും
അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉണ്ടാവുകയും ഇതിനകത്ത് പെട്ടുപോകുന്ന അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തവർ ഇതുപോലെ ഈ കാര്യങ്ങൾക്കകത്ത് മെയ്വഴക്കമില്ലാത്തവരുടെ പേരിൽ പരാതി കൊടുത്തിട്ട് അവർ ഇതുപോലെ പെട്ടുപോകും. ഇപ്പൊ 2014 കൊടുത്ത പരാതി കോടതി വന്നപ്പോ 2024 തള്ളുന്നത്. അതിന്റെ ഇടയ്ക്ക് വെച്ച് 2015 2020 ഒക്കെ നിരന്തരമായിട്ട് ഇയാളെ വേട്ടയാടുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്നത്തെ അയാളുടെ പരിചയക്കുറവല്ലേ, അല്ലെങ്കിൽ അയാൾ നിരപരാധിയല്ലേ. ഇന്ന് അയാൾ പത്രസമ്മേളനം നടത്തുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ കൃഷ്ണകുമാറിന് പറ്റുന്ന പറഞ്ഞാൽ കൃഷ്ണകുമാറിന് ഇത് കൃത്യതയോടുകൂടി എന്റെ പേരിൽ നിങ്ങൾക്ക് കാര്യമില്ല, അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞതിന്റെ അത്രയും പോലും കൃത്യതയോടുകൂടി എന്താണ് വിഷയം എന്നുള്ള കാര്യം പത്രക്കാർക്കുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ അയാൾക്ക് അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അയാൾക്ക് അയാളുടെ പേരിലുള്ള ഈ കേസ് വെറും ഫാൾസ് കേസാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു കാര്യവുമില്ല, എന്റെ ബന്ധു എന്റെ പേരിൽ കൊടുത്തതാണ്, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ഡോക്യുമെന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ അതിന് കൃത്യതയോട് കൂടി പറയുന്നതിന് വേണ്ടിയുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. മനസ്സിലായില്ല? അത് ഞാൻ പറഞ്ഞ അറിയാത്തവനായി പണി നിർത്തി പോകണമെന്ന് ആദ്യമേ പറഞ്ഞതിന്റെ കാര്യം ഇത്. അപ്പൊ ഞാൻ അയാളെ കുറ്റപ്പെടുത്തുമല്ല, അയാളെ ശുദ്ധഗതിക്കാരനാണ്. രാഷ്ട്രീയത്തിനകത്ത് ഒരുപക്ഷെ പഞ്ചായത്ത് ജയിപ്പിക്കാനും അല്ലെങ്കിൽ അവിടെ പാർട്ടിയെ കൂടുതൽ വലിപ്പത്തിൽ കൂട്ടാനും BJP പറഞ്ഞത് ആദ്യകാലത്ത് ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കിയതും ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ രീതിയിലുള്ള കാര്യത്തിനകത്ത് ഒരു കാര്യം വ്യക്തത വരുത്തി പറയുന്നതിന് വേണ്ടി അയാൾക്ക് കഴിയുന്നില്ല. അയാൾ ശുദ്ധഗതിക്കാരൻ. പക്ഷെ ഇതിനകത്ത് ഇത് നടത്തിയിട്ട് ആ പൈസയും അടിച്ചു മാറ്റി ഒരു കുടുംബവും നശിപ്പിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ കൂടുതലായിട്ടുണ്ട്. അവരെ പരാതി കൊടുത്താലും അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നവരെ വരട്ടാനും നിന്നെ കാച്ചുവെന്ന് പറയാനും വീണ്ടും പലരുടെയും കയ്യിൽ നിന്ന് ഇത്തരത്തിൽ പൈസ അടിച്ചു മാറ്റാനും ഒക്കെ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ അത് പരാതി എന്ന് പറഞ്ഞാൽ അവര് ഞാൻ മുമ്പേ പറഞ്ഞ പത്തനം ജില്ലയിലെ പരാതിക്കാരി എന്ന് പറയുമ്പോൾ അവരിത് ഒരു വട്ടമായപ്പോ അന്ന് പരാതി കൊടുത്താൽ പോലീസ് പരാതി കൊടുത്താൽ അന്ന് ഈ പ്രശ്നമാണ്. അവര് ഇതിന് പരസ്പര സഹകരണം ഉണ്ടായിരുന്നിരിക്കാം. അതിനുശേഷമാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു നേതാവ് കാണിക്കാമോ? ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ത്രീകളുടെ കയ്യിൽ നിന്ന് അവരുടെ ജീവിതം നശിപ്പിക്കുക. അവരിപ്പോ എവിടെ എന്ത് തെറ്റുകാരിയാണെങ്കിലും ഭർത്താവ് ഉപേക്ഷിച്ചു, മക്കൾ ഉപേക്ഷിച്ചു, സ്വന്തം ഭർത്താവിന്റെ നാടായിരുന്നു ഈ തുമ്പോണാണ് ഈ സംഭവം. തുമ്പോണം താമസിച്ചപ്പോഴേ സംഭവം നാട്ടിൽ നിന്ന് പോയി ഇപ്പൊ ഒരു പാലയ്ക്ക് താമസിക്കുക. അപ്പൊ ഒരു BJP പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു ഇതുപോലെ പല പാർട്ടിക്കകത്തും ഉണ്ട്. അപ്പൊ അവർ ഇതിനകത്തൊക്കെ സേഫ് ആയിട്ടിരിക്കുകയും ഇത്തരത്തിൽ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ അവര് ഏതെങ്കിലും ഒരു കേസിനകത്ത് ഇടപെടുമ്പോൾ ആ കേസിനകത്ത് നിന്ന് വിടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം ഉപയോഗിക്കാൻ പറ്റുന്ന കേസുകളിൽ ഒന്നായിട്ടുള്ള ഈ പറയുന്ന പീഡന പരാതികൾ പല ഘട്ടങ്ങളിലും പല രീതിയിലും പലരും ഇത് വ്യാജമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും. അത്തരത്തിലൊരു ഉപയോഗമാണ് ഈ പറഞ്ഞ കൃഷ്ണകുമാറിനെതിരെ വന്നത്. അത് നേരത്തെ വന്നിരുന്നു. ഇപ്പോഴും ഈ സ്ത്രീ ഇങ്ങനെ നിൽക്കുകയാണ്. ആര് വേണമെങ്കിലും എന്നെ ഉപയോഗിച്ചോളൂ, ഞാൻ കൃഷ്ണകുമാറിനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ആ പ്രതിപക്ഷ നേതാവ് ഈ പറയുന്നത് പോലെ ഒരു വലിയ ബോംബും കൊണ്ട് വരുന്നു, ഞാൻ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞതിന് തൊട്ടു മുമ്പ് ഇമെയിലിലെ പരാതി ഈ പറയുന്ന BJP ഓഫീസിൽ ചെല്ലുന്നത്. അപ്പൊ ഇന്നത്തെ എടുത്ത് വെച്ച് മാധ്യമങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്യും, വലിയ പ്രശ്നമാവും, എന്താണ് ഇതിന്റെ വ്യക്തത എന്നുള്ളതിനെ പറ്റിയൊക്കെ അല്ലെങ്കിൽ കൃത്യമായിട്ട് വരത്തില്ല, ഒരു പുകമറ സൃഷ്ടിക്കാം എന്നുള്ള രീതിയിലായിരിക്കും ഈ VD സതീശൻ ഇന്നലെ പറഞ്ഞതും ഇന്ന് ആ പരാതിയുടെ വ്യക്തത മാധ്യമങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ മാധ്യമങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് അന്വേഷിച്ചു. മാധ്യമങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്കും ഇപ്പം പല രീതിയിലും മാധ്യമങ്ങളുടെ പേരിൽ ആക്ഷേപമുണ്ട്. എന്തെങ്കിലും കിട്ടിയാൽ അതിന്റെ മെറിറ്റ് അന്വേഷിക്കാതെ ചുമ്മാതെ ഒരു ഗോസിപ്പ് വാർത്തയാക്കി ഉയർത്തി അല്ലെങ്കിൽ അതിന് റേറ്റിംഗ് ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാധ്യമങ്ങളുടെയും പുറകിൽ അത്തരത്തിലുള്ള അലിഗേഷൻ വരുന്നതുകൊണ്ടായിരിക്കും മാധ്യമങ്ങൾ ഈ പറയുന്നത് പോലെ ഇത്തരത്തിൽ അന്വേഷണം വരുന്നത്. കാരണം റിപ്പോർട്ടർക്കെതിരെ വലിയൊരു പരാതി ഇപ്പൊ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്. റിപ്പോർട്ടർ മാങ്കൂട്ടത്തിനെ തീർത്തു. റിപ്പോർട്ട് എന്തോ തീർത്ത്? റിപ്പോർട്ട് ബാക്കിയുള്ള ചാനൽക്കാർക്ക് കിട്ടാത്ത സാധനം അവന്മാർ പറക്കൊണ്ട് വന്ന് എടുത്തിട്ടു. അപ്പൊ റിപ്പോർട്ടർ ഇന്ന് ഈ പറയുന്നതിന്റെ പുറയും പോയി അത് പോയിട്ട് അന്വേഷിച്ചപ്പോ അവർക്ക് ഈ പറയുന്നതിനകത്തൊന്നും പറയാനില്ല. അന്വേഷിച്ചപ്പോ അവർക്ക് മനസ്സിലായത് ഫേക്കാണ്. അപ്പൊ അതിനകത്ത് തന്നെ ഇയാളെ കൃഷ്ണകുമാറിനെ തീർക്കാൻ അവർക്ക് പറ്റുമോ? അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെതിരെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റും? പറഞ്ഞാൽ അത് ഏക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അത് പറയുന്നത് ഇപ്പൊ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ കോൺഗ്രസ്സുകാരൻ പറഞ്ഞതുപോലെയും അല്ലെങ്കിൽ മറ്റു പലരും പറഞ്ഞതുപോലെ CPM-ന്റെ അല്ലെങ്കിൽ മറ്റു പലരുടെയും സ്വാധീനത്തിൽ നിൽക്കുന്ന ആളാണെന്നുള്ള രീതിയിലേക്ക് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ ഈ പറഞ്ഞു വന്നത്, BJP-ക്കകത്ത് കൃഷ്ണകുമാറിനെതിരെ വന്ന ആരോപണം അല്ലെങ്കിൽ ഇത്തരത്തിൽ മെറിറ്റ് ഇല്ലാത്ത പൊതുപ്രവർത്തകരെ പരസ്പരം പഴിചാരുന്നതിനും ഇല്ലായ്മ ചെയ്യുന്നതിനും ഒരാളുടെ പേരിൽ ഒരു അലിഗേഷൻ വരുമ്പോൾ അയാൾ ആ തരത്തിൽ കുറ്റക്കാരനാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് അയാളെ പുറത്താക്കി നടപടിയെടുത്ത് അല്ലെങ്കിൽ അത് കുറ്റം സമ്മതിച്ച് നിൽക്കുന്നതിന് പകരം അതേ അലിഗേഷൻ ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടുപിടിച്ച് മറ്റു പാർട്ടിയിലും ഉണ്ടെന്ന് വരുത്തി തീർക്കുകയും അത്തരത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നതൊന്നും അല്ല പൊതുപ്രവർത്തനം. ഇതൊരു മ്ലേച്ഛമായ പൊതുപ്രവർത്തനം. ഇപ്പൊ CPM-കാരൻ്റെ ഒരുത്തൻ പെണ്ണ് പിടിച്ചു, അവന്റെ പേരിൽ അലിഗേഷൻ വന്നു, അവനെ പുറത്താക്കി. ഉടനെ CPM-കാരൻ ചെയ്യേണ്ടത് എന്തോ? കോൺഗ്രസ്സുകാരനകത്ത് പെണ്ണുപിടിക്കാരനെ ഇല്ലെങ്കിൽ ഒരുത്തന്റെ പേരിൽ ആരെങ്കിലും ഒരു വ്യാജ പരാതി കൊടുത്താൽ
അതങ്ങ് എടുത്തു വെച്ചുകൊണ്ട് വന്നിട്ട് ഇതേ രീതിയിൽ പരാതി ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന BJP-കാരൻ ഇത്തരത്തിൽ CPM-കാരന്റെയും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരന്റെയും എതിരെ ഇല്ലാത്ത പരാതി BJP-ക്കകത്തൊരുത്തൻ പ്രശ്നം വന്നാൽ ഇല്ലാത്ത പരാതി ഉണ്ടാക്കി പ്രചരണം നടത്തുകയാണ്. അതൊന്നും അല്ലല്ലോ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഉദ്ദേശവും, അല്ലെങ്കിൽ പൊതുജനം അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അവരെന്ന് പറഞ്ഞാൽ പൊതുരംഗത്ത് വരുന്നു, ഈ രാജ്യത്തിനകത്ത് അവർ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, പൊതുവായ കാര്യങ്ങൾക്കകത്ത് ഇടപെടുന്നു. അതിനകത്ത് മറ്റ് അല്ല ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ ഭരണപക്ഷത്ത് വരുന്ന കുഴപ്പങ്ങൾ കാണിച്ചു തരുന്നു. അതിനപ്പുറമുള്ള ഒരു സംവിധാനം ഞങ്ങളെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ കൊണ്ടുവരാമെന്ന് പറയുന്നു. അത് ചുരുക്കി പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾക്കും രാജ്യത്തിനും ഉതകുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്ന പാർട്ടികളാവണം. അല്ലാതെ ഇത്തരത്തിൽ ഈ മോശമായ കാര്യങ്ങൾ വലിച്ചഴയ്ക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയത്തിലേക്ക് പോകരുത്. അതിനകത്ത് ഇന്നലെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആളിനെ സംരക്ഷിച്ചതിന്റെ പേരിൽ ആ പാർട്ടിക്കകത്ത് നിന്ന് ഉണ്ടാകുന്ന ഡാമേജ് കവർ ചെയ്യാൻ പുള്ളി പല ശ്രമങ്ങളും നടത്തുന്നു. അല്ലെങ്കിൽ ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇതുപോലെ ഒരു പല പരാതിയും പുറകെ പോയി. അപ്പൊ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ആ പറയുന്ന അയാളുടെ പേര് അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ, പേര് നമ്മുടെ വായി വരുന്ന പേര് വേറെ. അയാള് കേട്ടോണ്ട് ഇയാൾ എടുത്തിയാടി ഇയാളിപ്പം ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു നേതാവായിട്ട്, അല്ലെങ്കിൽ ഇതുവരെ പ്രതിപക്ഷം പോലും അംഗീകരിച്ചിരുന്ന ഒരു അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കാര്യം പറയുന്നതിനകത്ത് വിശ്വാസ്യത ഉണ്ടെന്നുള്ള കാര്യം വിട്ടുപോകുന്ന ഒരു അവസ്ഥയും വന്നു. ഇതിനകത്ത് CPM പറഞ്ഞ പോലെ ബോംബ് നോക്കിയിരുന്നു, CPM രക്ഷപ്പെട്ടു എന്ന് കരുതാം. ഏതായാലും ചീറ്റിപ്പോയി. പക്ഷെ ഈ പറഞ്ഞു വന്നത് ഇതിനകത്തും ഉണ്ട്, പരിശോധിച്ചാൽ BJP-ക്കകത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകാം. ഇത്തരത്തിൽ ഉള്ളവർ ഇതിനകത്ത് ഇരിക്കുകയും നിരപരാധികൾ ഈ പറയുന്നത് പോലെ നിരപരാധിത്വം തെളിയിക്കാൻ പാടുപെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം കൃഷ്ണകുമാർ പൊതുപ്രവർത്തകൻ എന്നുള്ള രീതി രാഷ്ട്രീയത്തിൽ പരാജയമായിട്ടുള്ള ആളല്ല, പക്ഷെ ഇപ്പോഴത്തെ കള്ളന്മാരായ പൊതുപ്രവർത്തകർക്കുള്ള മെയ്വഴക്കം കൃഷ്ണകുമാറിനില്ല. ഇന്നലത്തെ ഈ അലിഗേഷനകത്ത് സത്യസന്ധനായിട്ടുള്ള അയാൾക്കോ എല്ലാ രീതിയിലും തെളിവുകളും കയ്യിലിരുന്ന അയാൾക്ക് മാധ്യമങ്ങൾ അയാളെ ഒരു പീഡകനാക്കണമെന്ന് വിചാരിച്ച മാധ്യമങ്ങൾ ചുറ്റി വരിഞ്ഞ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരു കൃഷ്ണകുമാറിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അറിയാത്ത പണി നിർത്തി പോകുന്നതായിരിക്കും നല്ലത്. അല്ല മറ്റ് രീതിയിലൊന്നും അല്ല. അയാൾ മോശമായ പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. കൃഷ്ണകുമാറിന് അത്തരത്തിൽ ഉത്തരം പറയാൻ സാധിച്ചില്ല എന്നതോടൊപ്പം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ക്രെഡിബിലിറ്റി കൂടി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്. സന്ദീപ് വാര്യരെ പോലെ നിലപാടുകളില്ലാത്ത, നിലവാരമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയുടെ വാക്കുകേട്ട VD സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ ഇറങ്ങി പുറപ്പെടരുതായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.